നിങ്ങൾ കുറച്ച് സമയവും കൂടി ഉണ്ടെന്ന് പറഞ്ഞു. പോകേണ്ടവർക്ക് പോകാം, ഇരിക്കണമെന്ന് നിർബന്ധമില്ല. പോകേണ്ടവർക്ക് പോവാം. അവിടെ പുസ്തകം നോക്കണമെങ്കിൽ അവിടെ പോയി നിന്നാലും ഇവിടെ നിന്ന് കേൾക്കും. കുറച്ച് ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം കൂവളത്തില, കറുകപ്പുല്ല്, ചെത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, തുളസിപ്പൂവ്, മഞ്ഞപ്പൂക്കൾ, വെളുത്തപ്പൂക്കൾ ഇവകളും വിഗ്രഹങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മുടെ അമ്പലത്തിൽ ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ എനർജി. ലൈറ്റ്, ഹീറ്റ്, സൗണ്ട്, കെമിക്കൽ, 4 ഊർജമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ ഈ പുഷ്പങ്ങളും ഇലകളും ഒന്നുകിൽ കെമിക്കൽ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജി ഇത് കൊടുക്കുന്ന കേന്ദ്രമാണ്. ഇപ്പോൾ തുളസി, കൂവളം, കർപ്പൂര തുളസി, ജമന്തിയുടെ ഇല, കോയമ്പത്തൂർ മല്ലിയുടെ ഇല ഇതൊക്കെ പുഷ്പത്തിന് പൂജയ്ക്ക് ഉപയോഗിക്കാം, സുഗന്ധമുള്ളത് കൊണ്ട്. കെമിക്കൽ ചുമന്ന പൂവ് എല്ലാത്തിനും ഉപയോഗിക്കാറില്ല. ഈ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഭഗവതിക്ക്, എന്താ ഭഗവതിക്ക് ഉപയോഗിക്കാൻ കാരണം? ഭഗവതി ഭദ്രകാളി ദേവത, പ്രത്യതി ദേവത സഹിതായ അവരുടെ കളറ് ചൊവ്വയുടെ കളറാണ്. ചൊവ്വയുടെ കളറ് റെഡാണ്. അപ്പോൾ റെഡായിട്ടുള്ളതെല്ലാം ഭഗവതിക്കും ദേവിക്കും ഉപയോഗിക്കാം. കറുത്തത് ശിവന്, വെളുത്തത് വിഷ്ണുവിന്, നീല ശാസ്താവിന്, ഇങ്ങനെയുള്ള ഓരോ വിഗ്രഹത്തിനും അതേപോലെ ഗ്രഹത്തിനും നിറമുണ്ട്, ലോഹമുണ്ട്. അങ്ങനെ എല്ലാം കൊടുക്കാൻ കാരണം നമ്മൾ ദേവതാ പ്രത്യതി ദേവതാ സങ്കല്പം കൊടുത്തിട്ടാണ്. അപ്പോൾ ചുമന്ന പൂവ് ദേവിക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. രാമായണത്തിൽ ഉടനീളം സംഘർഷങ്ങളും യുദ്ധവും ഹിംസയും അധികാര പീഡനങ്ങളും എല്ലാം നിറഞ്ഞതാണല്ലോ. അതുപോലെ തന്നെ മഹാഭാരതത്തിലും. എന്നാൽ ഭാരതം ലോകത്തിന് നൽകുന്ന സന്ദേശം ശാന്തിയും സമാധാനവും അഹിംസയെക്കുറിച്ചുമാണല്ലോ. ഇത് തമ്മിൽ നല്ലൊരു ചോദ്യം. ഭാരതം അഹിംസയുടെ രാജ്യമല്ല, ഭാരതം ഹിംസയുടെ രാജ്യമാണ്. ഭാരതം ഹിംസയുടെ രാജ്യമാണെന്ന് പറയുന്നത് അധർമ്മത്തെ വെച്ചു പൊറുപ്പിക്കാതെ അധർമ്മത്തിനെതിരെ ഹിംസ ഉപയോഗിക്കാൻ എന്നും പഠിച്ചൊരു രാജ്യമാണ്. ധർമ്മത്തെ അഹിംസയിലൂടെയും അധർമ്മത്തെ ഹിംസയിലൂടെയും നശിപ്പിച്ച ഒരു രാജ്യമാണ്. രണ്ടാമത്തേത്, രാമായണം തുടക്കം ഒരു പക്ഷി മരിച്ചു വീഴുന്നത്, രാമായണം അവസാനം രാമനും ലക്ഷ്മണനും ഭരതനും സരയൂ നദിയിൽ ജീവത്യാഗം ചെയ്യുന്നത്. രാമായണം തുടക്കം മുതൽക്ക് അവസാനം വരെ ദുഃഖമാണ്. ജീവിതവും തുടക്കം മുതൽക്ക് അവസാനം വരെ ദുഃഖമാണ്. ആ ദുഃഖത്തിനിടയ്ക്കും ദുഃഖമല്ല ജീവിതമെന്ന് ധരിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രത്യേകത. ദുഃഖപൂർണമായ ജീവിതം ദുഃഖമല്ലെന്ന് നയിക്കാൻ നമുക്ക് സാധിക്കുന്നു. ദുഃഖപൂർണമായ രാമായണം ദുഃഖപൂർണമല്ല എന്ന് ധരിച്ചുകൊണ്ട് വായിക്കാൻ സാധിക്കുന്നതാണ് രാമായണത്തിൻ്റെ മഹത്വം. രാമായണം ട്രാജഡിയാ, പക്ഷേ രാമായണം ട്രാജഡിയായിട്ട് ആർക്കും തോന്നിയിട്ടില്ല. അതാണ് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും മഹത്വം. രാമായണവും മഹാഭാരതവും എഴുതിയ 2 വ്യക്തികളും ആ ഗ്രന്ഥത്തിനകത്തെ കഥാപാത്രങ്ങളാണ്, പുറത്തെ കഥാപാത്രങ്ങളല്ല. വാൽമീകിയുടെ മഹർഷിയുടെ വാൽമീകി ആശ്രമത്തിലാണ് സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയത്. മഹാഭാരത ചരിത്രം തന്നെ വേദവ്യാസൻ്റെ മക്കളുടെ ചരിത്രമാണ്. അപ്പോൾ വേദവ്യാസൻ മഹാഭാരതത്തിന് പുറത്തുള്ള ആളല്ല, രാമായണത്തിൻ്റെ പുറത്തുള്ള ആളല്ല വാൽമീകി. അതുകൊണ്ട് വാൽമീകി രാമായണത്തിൽ ആരെയും നല്ലവരെന്നോ ചീത്തവരെന്നോ പറഞ്ഞിട്ടില്ല. വ്യാസനും മഹാഭാരതത്തിൽ ആരെയും നല്ലവരെന്നോ ചീത്തവരെന്നോ അല്ലെങ്കിൽ സംഭവം നല്ലതെന്നോ ചീത്തയെന്നോ പറഞ്ഞിട്ടില്ല. അത് രാമായണം വായിക്കുന്നവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്, മഹാഭാരതം വായിക്കുന്നവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇപ്പം 2 ഇതിഹാസങ്ങൾ വിലയിരുത്തേണ്ട ഉത്തരവാദിത്വം വായനക്കാർക്കാണ്, എഴുതിയവർക്കല്ല. 2 ഇതിഹാസങ്ങൾ വിലയിരുത്തേണ്ട ഉത്തരവാദിത്വം എഴുതിയവർക്കല്ല, അത് വായിക്കുന്നവർക്കാണ്. അതുകൊണ്ട് രാമായണത്തിൽ ശരി ചെയ്താൽ എന്ത് സംഭവിക്കും, തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും, മഹാഭാരതത്തിൽ ശരി ചെയ്താൽ എന്ത് സംഭവിക്കും, തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് വിവരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ശരി ചെയ്താൽ എന്ത് സംഭവിക്കും,
നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് പഠിക്കാൻ വേണ്ടിയാണ് രാമായണവും മഹാഭാരതവും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അതിലുള്ളത് വായിച്ച് കരയാനോ അതിലുള്ളത് വായിച്ച് ആഹ്ലാദിക്കാനോ അല്ല, വിലയിരുത്തി ജീവിതത്തിൽ പകർത്താനാണ് രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്നത്. ഒരു ക്ഷേത്രത്തിൽ മുൻകൂർ ഏൽപ്പിച്ചിരിക്കുന്ന വഴിപാട് നടത്തിയില്ലെങ്കിൽ പാപദോഷമുണ്ടോ? പാപമോ ദോഷമോ വഴിപാടുമായിട്ട് യാതൊരു ബന്ധമില്ല. അർത്ഥം മനസ്സിലായോ? നമിക്കുലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവത് നാഗം, നരകവും അതുപോലെ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ മറ്റൊരുവൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരന് കൊടുക്കുന്ന വഴിപാടുകൾ പാപപുണ്യങ്ങൾ ഇല്ലാതെയാക്കാനല്ല, ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞത്തിൽ പങ്കെടുക്കലാണ് വഴിപാടുകൾ. ദേവ, ഋഷി, പിതൃ, ഭൂത, മനുഷ്യയജ്ഞങ്ങളിൽ പങ്കെടുക്കലാണ്. വഴിപാടിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ അത് നടത്തിയോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. ഭണ്ഡാരത്തിൽ കാശിടുന്നത് പോലെയാണ് വഴിപാടിന് പൈസ കൊടുക്കുന്നത്. ഏൽപ്പിച്ചാൽ പിന്നെ അത് ചെയ്തോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നത് സംശയാത്മാ വിനശ്യതി. ഗോപാലകൃഷ്ണന്റെ വാക്കല്ല, ശ്രീകൃഷ്ണന്റെ വാക്ക. അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എനിക്ക് ഗോപാലകൃഷ്ണൻ എന്ന് പേരിട്ടത്. അപ്പോൾ വഴിപാടിന് കൊടുക്കുന്നതിൽ പാപപുണ്യങ്ങളുടെ പരിഹാരമല്ല, മനസ്സിനകത്തുള്ള ദുഃഖ സുഖങ്ങൾക്ക് ആ വഴിപാടിന് കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ആശ്വാസത്തിന് കാരണമാണ്. ഇനി പാപപുണ്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കാണിത് ബാധകമാകുക? അവിടെ ഒരു വേറൊരു ചോദ്യമായിട്ടെടുത്ത് ഉത്തരം പറയാം. നിങ്ങൾ ആർക്ക് എന്ത് സംഭാവന ചെയ്താലും ആ സംഭാവന സ്വീകരിക്കുന്ന വ്യക്തി തത്തുല്യമായത് സമൂഹത്തിനോ ആ വ്യക്തിക്കോ കൊടുക്കേണ്ട ബാധ്യതയുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ദക്ഷിണയായിട്ട് 100 രൂപ വാങ്ങിച്ചാൽ ആ ദക്ഷിണയ്ക്ക് തുല്യമായ നന്മ നിങ്ങൾക്കോ സമൂഹത്തിനോ തിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ അത് വാങ്ങിച്ച ആൾക്കാണ് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും വരിക. മനസ്സിലായി? ഈ കൈക്കൂലി കൊടുക്കുന്നവരെങ്ങനെയാ കൊടുക്കുക? തലയ്ക്കുഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൈക്കൂലി കൊടുക്കുക. ഈ വാങ്ങിച്ചവൻ ആ പോക്കറ്റിൽ പൈസ ഇടും. ആ പൈസ കുറച്ച് കഴിഞ്ഞ് പോവുകയും ചെയ്യും. ഈ മുടിഞ്ഞു പോട്ടെ എന്നുള്ള ശാപം അയാളുടെ പോക്കറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. അത് അങ്ങനെയല്ല വഴിപാടിന് കൊടുക്കുക. ഇങ്ങനെ തലയ്ക്കൊഴിഞ്ഞാ കൊടുക്കുക. മുടിഞ്ഞു പോട്ടെ എന്ന് പറയില്ല എന്ന് മാത്രം, അല്ലേ? ഇപ്പോൾ തലയ്ക്കൊഴിഞ്ഞു കൊടുത്ത് അത് വാങ്ങിച്ച ആള് 11 ഗായത്രിയോ 21 ഗായത്രിയോ 101 ഗായത്രി മന്ത്രമോ ജപിക്കണം. അതല്ലെങ്കിൽ ധന്യമായ പുഷ്പാഞ്ജലി പൂജ നടത്തണം. ഇതെല്ലാം ആ സ്വീകരിക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വമാണ്. ഈ വാക്കുകൾക്ക് അർത്ഥവ്യത്യാസം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നമസ്കാരം, നമസ്തേ, അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥവ്യത്യാസം. നമസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദണ്ഡ നമസ്കാരം, അഷ്ടാംഗ നമസ്കാരം. നമ്മൾ ഭൂമി സ്പർശിച്ചുകൊണ്ട് ഞാനിതാ അങ്ങയെ നമഃ പ്ലസ് കാരം, അങ്ങയെ വന്ദിക്കുന്നു. നമഃ പ്ലസ് തേ, അങ്ങയ്ക്ക് എൻ്റെ നമസ്കാരം. ഒന്ന് നമസ്കരിക്കുന്നു, നമസ്കാരം. നമസ്തേ, അങ്ങയ്ക്ക് എൻ്റെ പ്രണാമം. രാവണനെ ആരാധിക്കുന്ന ജനങ്ങളുണ്ട്. അതിപ്പോൾ പൂലൻ ദേവിയെ ആരാധിക്കുന്നവരില്ലേ? എത്ര പേരാ വീരപ്പനെ ആരാധിച്ചുകൊണ്ടിരുന്നത്? ജയലളിതയ്ക്ക് 27 അമ്പലമുണ്ട്. എവിടെ? ജീവിച്ചിരിക്കുന്ന പാർട്ടിക്ക് അമ്പലമുണ്ട് തമിഴ്നാട്ടിൽ. അപ്പം അതുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ എല്ലാ ഭൂതപ്രേതങ്ങളെയും പൂജിക്കുന്നവരാണ്. ബ്രഹ്മരക്ഷസിനെ പൂജിക്കുക. ബ്രഹ്മരക്ഷസ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് പകൽ പോലും പേടിയാവും. അങ്ങനെ വരെയും പൂജിക്കുന്നവരാണ്. അതുകൊണ്ട് രാവണനെ പൂജിച്ചതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. 4 വേദങ്ങളും 6 വേദാംഗങ്ങളും, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, കൽപ്പശാസ്ത്രം, ജ്യോതിഷം, ഇങ്ങനെ 10 എണ്ണം പഠിച്ച രാവണനിൽ ധാരാളം നന്മകളുണ്ടായിരുന്നു. ധാരാളം നന്മകളുണ്ട്. ആ നന്മകളെ മാത്രം ആരാധിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. രാമനും പൂജനീയനാണ്, രാവണനും പൂജനീയനാണെന്ന് എടുക്കാം. ദുര്യോധനൻ്റെ കാര്യത്തിലും ഇതുപോലെ ക്ഷേത്രങ്ങളുണ്ട് എന്നറിയപ്പോ. ഞാനിപ്പോഴാണ് വായിച്ചത്. അതുകൊണ്ട് ആയിക്കോട്ടെ, വേണമെങ്കിൽ പോയാൽ മതി, വേണ്ടെങ്കിൽ പോകണ്ട. രാമായണത്തിലെ ദുഷ്ടകഥാപാത്രമായ മന്ദര ഇല്ലായിരുന്നു എങ്കിൽ രാമായണം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. മന്ദരയുടെ
ജീവിതം സഫലമായിരുന്നു എന്ന് കരുതിയാൽ മന്ദരയ്ക്ക് മോക്ഷം ലഭിച്ചു കാണുമല്ലോ. അപ്പോൾ ആരാധിക്കപ്പെടേണ്ടതല്ലേ മന്ദരയെ? അങ്ങനെ ആ വഴിയിലൂടെ ചിന്തിക്കുകയാണെങ്കിൽ മന്ദരയെ ആരാധിക്കാൻ സാധിക്കും, തെറ്റൊന്നുമില്ല. പക്ഷേ അവരുടെ തിന്മ മാത്രം ഓർത്തുകൊണ്ട് ആരാധിക്കരുത്. അവരുടെ നന്മ, രാമായണ സൃഷ്ടിക്ക് കാരണഭൂതമായ ആ വ്യക്തി കംസനാണ് ശ്രീകൃഷ്ണ ജനനത്തിന് കാരണമായത്. ഹിരണ്യകശിപുവാണ് നരസിംഹമൂർത്തിയുടെ ജനനത്തിന് കാരണമായത്. രാവണനാണ് രാമന്റെ ജനനത്തിന് കാരണമായത് എന്ന് ധരിക്കുകയാണെങ്കിൽ അവരെല്ലാവരും ആദരണീയരാണ് എന്ന് മനസ്സിലാവും. ജ്യോതിഷം ഉച്ചരാശിയിലായിരിക്കുമ്പോൾ പാപഗ്രഹങ്ങളും ഗുണബലം ചെയ്യുമെന്ന് പറയുന്നത് ശരിയാണ്. ഉച്ചരാശിയിലായിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം നോക്കുക, സൂര്യൻ മേടം 10 നിൽക്കുന്നു, അല്ലെങ്കിൽ ശനി തുലാ 10 നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ഉച്ചത്തിൽ നിൽക്കുന്ന ശനി തുലാം രാശിയിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് ശനിയുടെ നെഗറ്റീവുകളുടെ ഇൻറ്റൻസിറ്റി കുറയും, ശനിയുടെ പോസിറ്റീവിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. സൂര്യന് നെഗറ്റീവ് ഉണ്ട്, രക്തം, അസ്ഥി, പല്ല്, കണ്ണ്, കാഴ്ച, ബ്ലഡ് സർക്കുലേഷൻ. ഇതൊക്കെ മേടമാസത്തിൽ ജനിച്ച വ്യക്തിക്ക് നല്ല രക്തപ്രസാദം ഉണ്ടാവും, നല്ല അസ്ഥി ബലം ഉണ്ടാവും. അപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന പാപഗ്രഹമാണെങ്കിൽ പോലും സൂര്യൻ്റെ നന്മകൾ ലഭിക്കും. അതേസമയത്ത് സൂര്യൻ തുലാത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ നീചരാശിയിലാണ്. സൂര്യൻ്റെ പോസിറ്റീവ് ഗുണങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറയും, നെഗറ്റീവ് ഗുണങ്ങളുടെ ഇൻറ്റൻസിറ്റി കൂടും. അതുകൊണ്ട് ശനി ഉച്ചരാശിയിലായിരിക്കുമ്പോൾ ഇപ്രകാരം ഗുണബലം ചെയ്യുമോ? ശനിയുടെ ഗുണബലം ധാരാളം ഉണ്ട്. നമ്മൾ ഈ കണ്ടക ശനി, 7.5 ശനി എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവാണ് വിചാരിക്കുന്നതല്ല. നല്ല ശനി ലഗ്നത്തിലുള്ള ആള്, വൃശ്ചികം, ധനു, മകരം, കുംഭത്തിൽ ജനിച്ച വ്യക്തിക്ക് നല്ല അടുക്കും ചിട്ടയും ഉണ്ടാവും. പതുക്കെ അയാൾ നടക്കുള്ളൂ. ഇത്തിരി കറുത്ത തൊലിയാണെങ്കിലും അയാൾ എല്ലാവരുടെ അടുത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ഈ അടൽ ബിഹാരി വാജ്പേയിയുടെ 2ാമത്തെ ഭാവത്തിൽ ശനിയാണ്. അതുകൊണ്ട് അങ്ങേര് ഭായ്യോ അവർ ബഹനോ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ചായ കുടിച്ച് വരാനുള്ള സമയമുണ്ട്. അടുത്ത വാക്ക് അങ്ങേര് പറയുമ്പോൾ ശനി 2ാം ഭാവത്തിലായാലുള്ള ഗുണം അതാണ്. ലഗ്നത്തിലാ ശനിയെങ്കിൽ തൊലി കറുത്തതായിരിക്കും, കണ്ണ് നല്ല കറുപ്പായിരിക്കും, തലമുടിയൊന്നും പെട്ടെന്നൊന്നും വെളുക്കില്ല, ഗോദ്രേജിൻ്റെ ഡൈ ഒന്നും വേണ്ട. അപ്പോൾ ശനിയുടെ പിന്നെ വീട്ടിൽ ചെന്നാൽ അറിയാം, അടുക്കും ചിട്ടയോടുകൂടി പുസ്തകം വെച്ചിട്ടുണ്ടാവും, റാക്കുകളൊക്കെ ക്ലീൻ ആയിരിക്കും, ഒരല്പം പോലും പൊടി കാണില്ല. കിടക്കുന്ന കിടക്കയിൽ മാത്രം പഴയതിൻ്റെ നാറ്റം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. പഴയ തുണിയുടെ നാറ്റം ഉണ്ടാവും, അത് അലക്കാൻ സമ്മതിക്കില്ല. പിന്നെ പഴകിയ ചോറ്, പഴഞ്ചോറ്, ഇത്തിരി വളിച്ചതൊക്കെ ഇഷ്ടമായിരിക്കും അയാൾ. അത് കണ്ടാൽ അറിയാം ലഗ്നത്തിൽ ശനിയുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഏതാണ്ട് ഇത് കഴിഞ്ഞു. ക്ഷേത്രകാര്യങ്ങളിൽ നിന്ന് ഒരു തന്ത്രിയെ മാറ്റാമോ? ക്ഷേത്രകാര്യം തീർച്ചയായിട്ടും മാറ്റാം. ക്ഷേത്രതന്ത്രിയെ മാറ്റാൻ ഒരു കുഴപ്പമില്ല. ആത്മീയ കാര്യങ്ങളിൽ അദ്ദേഹം ഏൽപ്പിക്കുന്നവരെയോ തന്ത്രിയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നിറവേറ്റുന്നില്ലെന്ന് മനസ്സിലാവുകയോ ചെയ്താൽ രാജാവിന്, സഭയ്ക്ക്, ജനസമൂഹത്തിന് തന്ത്രിയെ മാറ്റാനുള്ള അധികാരമുണ്ട്. ഒരു സംശയമില്ല. തന്ത്രസമുച്ചയത്തിൽ തന്ത്രി അവസാന വാക്ക് പറയുന്നത് സമൂഹത്തിനോട് ചോദിച്ചിട്ടാണ്. തന്ത്രിക്ക് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ അവകാശമില്ല, അതിൽ പോലും ഇല്ല. അതേപോലെ തന്ത്രി സിഗരറ്റ് വലിക്കുന്നു, മദ്യപിക്കുന്നു, മാംസം കഴിക്കുന്നു, മറ്റുള്ളവരുടെ നന്മകളൊന്നും ചിന്തിക്കുന്നില്ല, അവനവൻ ഏകാധിപതിയായിട്ട് പ്രവർത്തിക്കുന്നു എങ്കിൽ അമ്പലം എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൻ്റെ തലസ്ഥാനം, അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗ്രാമത്തിലെ രാജാവ്, തന്ത്രി എന്ന് പറയുന്നത് രാജാവിൻ്റെ പ്രതിനിധി. ആ രാജാവും രാജാവിൻ്റെ പ്രതിനിധിയും നന്മ ചെയ്യുന്നവരല്ല എങ്കിൽ തന്ത്രിയെ മാറ്റാൻ അവകാശമുണ്ട്. തന്ത്രി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നല്ലൊരു വ്യക്തിയെ തന്ത്രിയാക്കാം. സാധിക്കുമെങ്കിൽ നല്ലൊരു തമിഴ് ബ്രാഹ്മണനെ കുംഭകോണത്തുനിന്നോ ചിദംബരത്തുനിന്നോ കൊണ്ടുവരാം. ഞങ്ങളുടെ അമ്പലത്തിൽ അയാളാ, നല്ലോണം വേദം അറിയാം, വെളുത്ത മുണ്ടുടുക്കും, പൂണൂല് വെളുപ്പുണ്ടാവും, ഒരു ചിരി ഉണ്ടാവും, നല്ല അറിവുണ്ടാവും, നല്ലതാ. ഈ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാ കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത്, നശിപ്പിക്കുവിൻ ചട്ടങ്ങളെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവരൊക്കെ ഇല്ലെങ്കിൽ ഇവരുടെ അപ്പൂപ്പന്മാരെ പുറത്തുനിന്ന് കൊണ്ടുവരിക. തന്ത്രം പഠിച്ച ആളെന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. 13 വർഷം അമ്പലത്തിലെ പൂജാരിയായിരുന്നു. ക്ഷേത്രങ്ങളിലെ വിഷയങ്ങളിൽ തന്ത്രിക്കുള്ള സ്ഥാനം, ആത്മീയ കാര്യങ്ങളിൽ നല്ല തന്ത്രിയാണെങ്കിൽ അവസാന വാക്ക് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും സമൂഹത്തിനും നിരക്കുന്ന വിധത്തിൽ പറയേണ്ടത് തന്ത്രിയാണ്. നല്ല രീതിയിലല്ല തന്ത്രിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അത്രയും കൊടുത്താൽ മതി. അറിവിന് വേണ്ടിയുള്ള ചോദ്യമാണ്, പെട്ടെന്ന് വായിക്കാം. രാമായണത്തിൽ പറയുന്ന രാമൻ മുതലുള്ളവർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്?
കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ത്രേതായുഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ്, അതാവാൻ സാധ്യതയില്ല. രാമൻ ഏത് കാലഘട്ടത്തിൽ ജനിച്ച ആളാണെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. രാമായണത്തിലെ സന്ദേശങ്ങളാണ് എനിക്ക് പ്രാധാന്യമുള്ളത്. വൈദിക സാഹിത്യത്തിൽ പറയുന്ന രാമായണവും വാൽമീകി രാമായണവും ഒന്ന് തന്നെയാണോ? വൈദിക സാഹിത്യത്തിൽ രാമായണം പറയുന്നില്ല. ഇനി വൈദിക കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രാമായണം എന്ന് പറയുന്നത് 1,00,000 ശ്ലോകങ്ങളുള്ള രാമായണമാണെന്ന് നാരദൻ വാൽമീകിയോട് വിവരിക്കുന്നു എന്ന് രാമായണത്തിലുണ്ട്. അതുകൊണ്ട് വൈദിക കാലഘട്ടത്തിൽ രാമായണം, വേദത്തിൽ പറയുന്ന രാമായണം ഇല്ല. രാമായണത്തിൽ പറയുന്ന വാനരന്മാരും ഡാർവിൻ്റെ പരിണാമത്തിൽ പറയുന്ന വാനരന്മാരും ഒന്ന് തന്നെയാണോ? ആവാൻ സാധ്യതയില്ല. ഏതായാലും രാമായണത്തിലെ വാനരന്മാർ വന നരന്മാരാവാനാണ് സാധ്യത. വന നരന്മാരാവാനാണ് സാധ്യത. രാമായണ കഥ രചിച്ച വാൽമീകിയും രാമനും സമകാലികരാണോ? രാമായണം എഴുതി വന്നപ്പോൾ വൈദിക രാമായണത്തിലെ അല്ല, വാൽമീകി രാമായണത്തിലെ ആണ്. രാമായണം ആദ്യം എഴുതിയത് ഏത് ലിപിയിലാണ് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. സംസ്കൃതത്തിലാവാനേ സാധ്യതയുള്ളൂ. പാലിയിൽ രാമായണമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പാലിയാണ് ആദ്യകാലങ്ങളിൽ എഴുതിയത്. സംസ്കൃതത്തിൽ എഴുതിയ ആദ്യ കാവ്യമാണ് രാമായണം എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ്? ആവാൻ സാധ്യതയില്ല. സംസ്കൃതത്തിൽ എഴുതിയ ആദ്യ കാവ്യം അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നദാതമം എന്ന് പറഞ്ഞ് 3,97,556 അക്ഷരങ്ങളുള്ള ഋഗ്വേദമാണ് ആദ്യ കാവ്യം. പക്ഷെ ഇതുപോലെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവചരിത്രം, ഈശ്വരനായിട്ട് ഉയർന്ന മനുഷ്യൻ്റെ ജീവചരിത്രം എഴുതിയ ആദികാവ്യം രാമായണമാണ്. പക്ഷേ കാവ്യം രാമായണമല്ല, ഋഗ്വേദമാണ് ഓൾഡസ്റ്റ്. ഭാരത പുരാണങ്ങളിൽ പല ഭാഗങ്ങളിലായി 3 വാൽമീകിമാരെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഇവരിൽ ആരാണ് രാമായണം രചിച്ചത്? ഈ അങ്കമാലിയിൽ പോയാൽ സുവിശേഷ പ്രസംഗം നടത്തുന്ന ഒരു പോൾ ഗോപാലകൃഷ്ണൻ ഉണ്ട്. പോൾ ഗോപാലകൃഷ്ണൻ, പല ഗോപാലകൃഷ്ണന്മാരും ഉണ്ടാവും. 3 വാൽമീകിമാരിൽ ഏത് വാൽമീകിയാണെന്ന് ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് പറയുക? ഇനി പറഞ്ഞാൽ തന്നെ അയാളാണെന്നുള്ളതിന് എന്താ തെളിവ്? അദ്ദേഹമാണെന്നുള്ളതിന് എന്താ തെളിവ്? അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാൽമീകിയാണെന്ന് വിചാരിക്കാം. ഏതായാലും നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. നമുക്ക് രാമായണമല്ലേ ഇമ്പോർട്ടൻ്റ്. എഴുതിയ വ്യക്തി വാൽമീകിയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഭാരതത്തിൻ്റെ സംസ്കാരം ഏത് കാലഘട്ടവും മുതലാണ് ലിപിയും ഭാഷയും ഉപയോഗിച്ച് തുടങ്ങിയത്? BC 8275 മുതൽക്കാണെന്ന്, BC 8275 മുതൽക്കാണെന്ന് ഡോക്ടർ PK ബിശ്വാസ് ആൻഡ് ഡോക്ടർ RK ബിശ്വാസ് അവരെഴുതിയൊരു പുസ്തകമുണ്ട്, ഏൻഷ്യൻ്റ് മിനറൽസ് ആൻഡ് മെറ്റൽസ് ഓഫ് ഇന്ത്യ. വലിയ പുസ്തകം, ഭയങ്കര വിലയുള്ള പുസ്തകം. 5000 രൂപയാണ് പുസ്തകത്തിന് വില. ലോകം അംഗീകരിച്ചിരിക്കുന്ന പുസ്തകം. അതിൽ ഓൾഡസ്റ്റ് ആർക്കിയോളജിക്കൽ എവിഡൻസ് BC 8275 മുതൽക്ക് ആരംഭിക്കുന്നു. വാലായ്മ ആചരിക്കേണ്ടത് എങ്ങനെ? പുലാ വാലായ്മ 10 ദിവസം ആചരിക്കണമെന്ന് നാരായണ ഗുരു പറയുന്നു. ആ 10 ദിവസം ആചരിക്കേണ്ടത് എങ്ങനെ എന്നാണെങ്കിൽ ഒറ്റമുണ്ടെടുത്ത് ഷേവ് ചെയ്യാതെ, വറ്റൽ മുളക് ഉപയോഗിക്കാതെ, കുരുമുളക് ഉപയോഗിച്ച്, നല്ലെണ്ണ ഉപയോഗിച്ച്, വെളിച്ചെണ്ണ ഉപയോഗിക്കാതെ, ഉപ്പിന് പകരം പൊട്ടാസ്യം ക്ലോറൈഡ് ഉപയോഗിച്ച്, വലിയ മധുരമുള്ളതും ആഡംബരമുള്ളതുമായിട്ടുള്ള ജീവിതവും ഭക്ഷണവും കഴിക്കാതെ മിക്കവാറും സിമ്പിളായിട്ട് ജീവിച്ച് എൻ്റെ അച്ഛനോടും എൻ്റെ അമ്മയോടുമുള്ള എൻ്റെ കടപ്പാട് എന്താണെന്ന് മക്കൾക്ക് ബോധ്യമാകുന്ന വിധത്തിൽ സിമ്പിളായിട്ട് ജീവിക്കണം. 10 ദിവസം ഓഫീസിൽ പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയും പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന്. അത് കാരണം നിങ്ങൾക്ക് ഇഷ്ടം മാതിരി ചെയ്യുക. അമ്പലത്തിൽ പോകരുത് പുലയുള്ളപ്പോൾ എന്ന് ഒരു പുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. 10 ദിവസവും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. അങ്ങനെയുള്ളൊരു ബന്ധുവലയവും സുഹൃത്തു വലയവും ഉണ്ടാക്കാനാണ് പുല ആചരിക്കുന്നത്. വാലായ്മ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. പണ്ട് ചെറിയ വീടായിരുന്ന കാലത്ത് ജനിച്ച കുട്ടിക്കും അമ്മയ്ക്കും ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ആൾക്കാരകത്തേക്ക് വരുന്നതും അകത്തുള്ളവർ പുറത്തേക്ക് പോകുന്നതും ഒഴിവാക്കാൻ വാലായ്മ. ഇന്ന് വലിയ വലിയ വീടാ. അത് കാരണം ഒരമ്മയും നിങ്ങൾ ആചരിക്കേണ്ട, ആരോടൊട്ട് പറയാനും പോവണ്ട. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടായാൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടാണെന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളാം. ഒന്നും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ പുലയുടെ കാര്യത്തിൽ മക്കൾക്ക് ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി നമ്മുടെ മക്കൾ കാണണം.
എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്കുള്ള ബഹുമാനവും സ്നേഹവും 10 ദിവസം ഞാൻ എങ്ങനെ ആ 10 ദിവസം ഉണ്ടായത് എങ്ങനെയാ? അമ്മയുടെ ഗർഭത്തിൽ 10 മാസം, ആ 10 മാസത്തിൽ ഒരു മാസത്തിന് ഒരു ദിവസം എന്ന രീതിയിൽ. അമ്മയുടെ ഗർഭത്തിൽ 5-ാം മാസമാണ് കുട്ടിയുടെ എല്ല് ഉറയ്ക്കുന്നത്. 5-ാം മാസത്തിൽ എല്ല് ഉറയ്ക്കുന്നു. അതുകൊണ്ട് ആ മരിച്ചു കഴിഞ്ഞ 5-ാമത്തെ ദിവസമാണ് അസ്ഥി സഞ്ചയനം നടത്തുന്നത്. ആ 5 മാസം 5 ദിവസത്തിന് അസ്ഥി സഞ്ചയനം നടത്തുന്നു. അസ്ഥി സഞ്ചയനം നടത്തുന്ന ദിവസം കോഴിമുട്ടയും അപ്പവും ഇറച്ചിയും ഒന്നും കൊടുക്കാതിരിക്കുക. തിരുവനന്തപുരത്ത് അത് കോമണാ. ഈ അസ്ഥി സഞ്ചയനത്തിൻ്റെ ചാരം അവിടെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് കോഴിമുട്ടയും അപ്പവും നൂലപ്പവും ഇടിയപ്പവും തിന്നുന്ന കാഴ്ച കാണാം. അതുകൊണ്ടാണ് പത്മനാഭൻ നേരത്തെ കിടന്നത് എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അസ്ഥി സഞ്ചയനം പോയിട്ട് 10 ദിവസം ആ വീട്ടിൽ നിന്നൊന്നും കഴിക്കരുതെന്നാണ് പറയുക. അത് പിന്നെ കാലം മാറിയപ്പോൾ കുഴപ്പമില്ല. അത്യാവശ്യമുള്ളത് കഴിക്കുക, അതൊരു ആഘോഷമാക്കി മാറ്റാതിരിക്കുക. മരണം ആചരിക്കേണ്ടത് ആഘോഷിക്കേണ്ടതല്ല. ജന്മദിനം ആഘോഷിക്കേണ്ടത്, ഉത്സവം ആഘോഷിക്കേണ്ടത്, പ്രതിഷ്ഠാദിനം ആചരിക്കേണ്ടത്. പ്രതിഷ്ഠാദിനം ആഘോഷിക്കേണ്ടതല്ല, ആചരിക്കേണ്ടത് ഭംഗിയായിട്ട്. അതുപോലെ തന്നെയാ ജന്മദിനം ആഘോഷിക്കാം, പക്ഷേ ഷഷ്ഠ്യബ്ദപൂർത്തി ആഘോഷിക്കാം, ശതാഭിഷേകം ആഘോഷിക്കാം. മരണാനന്തര കർമ്മങ്ങൾ ആചരിക്കണം. ആഘോഷിക്കലും ആചരിക്കലും വ്യത്യാസമുണ്ട്. ഈ വാക്കുകൾക്കൊക്കെ അർത്ഥമുണ്ട്. ഞാൻ സ്പീഡിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതുപോലെ എത്ര ചോദ്യങ്ങൾ വേണമെങ്കിൽ തരിക. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിക്കാത്തത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടുന്നത് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോഴാണ്. എനിക്ക് അറിയാത്തത് അറിഞ്ഞുകൂടാന്ന് പറയാൻ എനിക്ക് ഒരു വിഷമവും ഇല്ല. അറിഞ്ഞുകൂടെന്ന് പറയൽ എനിക്ക് ഇഷ്ടവുമാണ് താനും. കാരണം അറിയാത്ത ഒന്നിനെ കയറി ഞാൻ ഉത്തരം പറയില്ല. ഇപ്പം തന്നെ നിങ്ങൾ ചോദിച്ചതിൽ പലതിനും ഞാൻ അറിഞ്ഞുകൂടെന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്. വീണ്ടും നന്ദി പറയുന്നു. പ്രണാം. ഇഷ്ടമായി എന്നുള്ള നിങ്ങളുടെ മുഖവും മനസ്സും ഞങ്ങളിവിടെ പഠിച്ചു. അദ്ദേഹം അതിൽ മറുപടി പറഞ്ഞു. ഇതിൽ പങ്കെടുത്ത് ഈ ക്ലാസ് ഗംഭീരമാക്കി നടത്തുന്ന ഓരോ ഭക്തന്മാർക്കും ക്ഷേത്ര ട്രസ്റ്റിൻ്റെ നന്ദിയും, ബഹുമാനപ്പെട്ട സാറിന് ഇനിയും ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇതുപോലുള്ള മുഹൂർത്തങ്ങൾ ധന്യമാക്കി തരണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഈ പ്രഭാഷണത്തിലൂടെ കിട്ടിയതിൽ മഹാദേവനോടുള്ള കടപ്പാടും അദ്ദേഹത്തിനോടുള്ള ആദരവും ഇവിടെ പ്രകടിപ്പിക്കും.